മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാറുണ്ട്. അത് ഗുരുതരമായ തെറ്റ്. അഥവാ നിങ്ങൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ മാധ്യമമാണ് നിങ്ങൾ ഈ നെഗറ്റീവ് വാർത്തകളെ ഫോക്കസ് ചെയ്യുക, അത് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ്, അതോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് കൂടുതൽ നെഗറ്റീവ്സ് സംഭവിക്കുന്നത് കൊണ്ടാണ്? ഗുരുതരമായ തെറ്റിന് ഞങ്ങൾ നടപടിയെടുത്തു. മാധ്യമ പ്രവർത്തകർക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ടോ? പ്രമുഖ മാധ്യമ പ്രവർത്തകനും മീഡിയ വൺ ചാനലിന്റെ എഡിറ്ററുമായ ശ്രീ പ്രമോദ് രാമനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. സർ, തത്സമയ വാർത്താ സംപ്രേഷണത്തിന്റെ ചരിത്രം സാറിലൂടെയാണ് പോകുന്നത്. സാറാണ് ഇന്ത്യയിൽ ആദ്യമായി തത്സമയ വാർത്താ സംപ്രേഷണം നടത്തിയത്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ പുതുതലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ സാറിനതിനെ എങ്ങനെയാണ് പറയാൻ പറ്റുക? അതില് പറഞ്ഞതില് ഒരു ചെറിയ കറക്ഷൻ ഞാൻ വരുത്തിക്കോട്ടെ. അതായത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ചാനലുകൾ വഴി തത്സമയ വാർത്താ സംപ്രേഷണം നടന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. അതിന്റെ ആദ്യത്തെ സംപ്രേഷണം, അതിൽ വാർത്ത അവതരിപ്പിച്ചത് ഞാനാണ്. അന്നലൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ചാനലുകൾ വഴി അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകൾ വഴി ആദ്യമായി വാർത്താ സംപ്രേഷണം നടത്തി എന്നുള്ളത് ശരിയാണ്. അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നത് സി ന്യൂസ് ആയിരുന്നു. സി ന്യൂസ് ആ വാർത്താവതരണം അത് നടത്തിയത് ഇന്ത്യയിൽ നിന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വേറൊരു സംപ്രേഷണ കേന്ദ്രത്തിലേക്ക് അത് അയച്ചു കൊടുത്ത് അവിടെ നിന്നാണ് അത് സംപ്രേഷണം ചെയ്തിരുന്നത്. തത്സമയമായിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തത്സമയമായിരുന്നു. ഞാനൊന്ന് കറക്റ്റ് ചെയ്തു മാത്രം. വാസ്തവത്തില് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്. പഠിച്ചതും എൻ്റെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഗവൺമെന്റ് കോളേജിലാണ് പിന്നീട് ഗ്രാജുവേഷൻ. ജിയോളജി ആയിരുന്നു ഒരു വിഷയം. അല്ല, ജിയോളജിയിൽ നിന്ന് ഇതിലേക്കുള്ള ട്രാൻസ്ഫറും കൂടി ചേർത്ത് പറയാം കേട്ടോ. അതായത് ജിയോളജി പഠിക്കുന്ന സമയത്ത് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആകെ 2-3 കോളേജുകളിൽ മാത്രമേ ഈ വിഷയം ഉണ്ടായിരുന്നുള്ളൂ ഗ്രാജുവേഷൻ. അപ്പോൾ റാങ്ക് നേടാം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ നേടാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ മുൻ ബാച്ചുകളിലൊക്കെ ചിലർക്കൊക്കെ അങ്ങനെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. 1ാം റാങ്കോ 2ാം റാങ്കോ 3ാം റാങ്കോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് അക്കാലത്ത് അത് പഠിച്ചു കളയാം, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. വാസ്തവത്തിൽ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു പിന്നെ എന്താ പറയാ ഇഷ്ടമായിട്ടൊന്നും വലിയ കാര്യമായി ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് പഠിച്ചു എന്നുള്ളത് മാത്രമാണ്. പഠിക്കുകയും അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പാസ്സാവുകയും ചെയ്തു. റാങ്ക് കിട്ടിയില്ല. പക്ഷെ അന്ന് അതായിരുന്നു, കേവലമായ ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ക്യാമ്പസിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പ്രചോദനങ്ങളുണ്ടല്ലോ. അതായത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടും കലാ സാംസ്കാരിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ചിലതൊക്കെ അങ്ങ് ചെയ്തു തുടങ്ങും, അതിനകത്ത് ഇൻവോൾവ് ആവും. അങ്ങനെയാണ് ഞാൻ പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ മാഗസിൻ എഡിറ്ററായിട്ട് SFI പിന്നെ ബാനറിൽ ജയിക്കുകയും അങ്ങനെ മാഗസിൻ എഡിറ്റർ ആവുകയും ചെയ്തു. ആ മാഗസിൻ എഡിറ്ററായി പ്രവർത്തിക്കുന്ന കാലത്തെ എൻ്റെ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അതിനു മുമ്പ് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഭാഷയോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. തെറ്റാതെ എഴുതാനും തെറ്റാതെ പറയാനും ഉച്ചരിക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം അതെ. അത് പിന്നെ സ്കൂളില് പിന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകരൊക്കെ കണ്ണമാഷായാലും ഉണ്ണിത്തമാഷായാലും അവരൊക്കെ പേര് ഇപ്പോഴും ഒരിക്കലും നമുക്ക് മറക്കില്ല. അങ്ങനെ മലയാളം പറയേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അറിവ് നമുക്ക് പകർന്നു തന്ന അധ്യാപകരായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രേരണ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതാണ് ശരിക്കും കോളേജിൽ എത്തിക്കഴിയുമ്പോൾ ഒരു മാഗസിൻ എഡിറ്ററായിട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശൊക്കെ കഥയും കവിതയും ഒക്കെ എഴുതാനുള്ള ഒരു ആലോചനയും ഇതുമൊക്കെ നമുക്ക് വരും. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നു. ഒരു മാഗസിൻ എഡിറ്ററായിട്ടും കൂടി വർക്ക് ചെയ്തതിൻ്റെയും കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ജേർണലിസം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പഠിക്കാനുള്ള. അത് അന്ന് അത്ര വ്യാപകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും അതിനെക്കുറിച്ച് കാര്യമായി അറിയില്ല. എൻ്റെ വീട്ടുകാർക്കൊന്നും ഒട്ടും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. പക്ഷെ എൻ്റെ താല്പര്യപ്രകാരം ഞാൻ അതിന് ജോയിൻ ചെയ്തു. അതിനൊരു മത്സര പരീക്ഷ ഉണ്ടായിരുന്നു, അത് എഴുതി കിട്ടി. അങ്ങനെയാണ് കേരള പ്രസ് അക്കാഡമിയിൽ പഠിക്കുന്നത്. അല്ല സാർ, അന്ന് ഈ മാധ്യമ പ്രവർത്തകനാകണമെന്ന് വിചാരിക്കുമ്പോൾ സാറിന്റെ മൈൻഡിലുണ്ടാവുമല്ലോ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുക, ആ ഒരു എഡിറ്റോറിയൽ കോളം, അതിനപ്പുറം ഒരു വിഷ്വൽ മീഡിയയിലേക്ക് എത്തും എന്നൊക്കെ അന്നൊന്നും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാനില്ല. അത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അതായത് യഥാർത്ഥത്തിൽ അങ്ങോട്ട് പ്രസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നത് മീഡിയ അക്കാഡമിയാണ്, അന്ന് പ്രസ് അക്കാഡമിയാണ്. പ്രസ് മാത്രമേ പ്രിന്റ് മാത്രമാണ് അവിടെ പഠിപ്പിച്ചിരുന്നത് തന്നെ. അവിടെ ഒരു TV പോലും ഉണ്ടായിരുന്നില്ല. TV യെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം വെച്ചാൽ അത് ദൂരദർശൻ അല്ലാതെ മറ്റൊരു സംഗതി
അന്ന് ടി വിയിൽ ഉണ്ടായത് ഇല്ല. അങ്ങനൊരു വാർത്താ സംപ്രേഷണം മറ്റേതെങ്കിലും തരത്തിലോ സ്വകാര്യ സംരംഭം എന്ന നിലയിൽ വരികയൊക്കെ ചെയ്യുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാലമായിരുന്നു. 89-90 വർഷമായിരുന്നു. അപ്പോ അന്ന് ഞങ്ങൾ ടി വി കാണാൻ വേണ്ടി അന്ന് ഒരു ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് അകലെയുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു ഓഫീസ് കിട്ടുന്നുണ്ട്. അവിടെ ടി വിയും കണക്ഷനും ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോകകപ്പ് കണ്ടത് രാത്രി പോയിരുന്നു അവിടെ ഇരുന്നിട്ടാണ് കണ്ടത്, അല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്ര കണ്ടൊരു അക്കാര്യത്തിൽ പിന്നാക്കമായിരുന്നു നമ്മുടെ പൊതുവിൽ കേരളം. പിന്നെയാണ് 93-ലാണ് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് സംപ്രേഷണം. ഏഷ്യാനെറ്റ് ഒരു ചാനൽ എന്ന നിലയിൽ, വാർത്തയല്ല, ആരംഭിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് ആളുകൾ കുറെയൊക്കെ ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയും ഈ കേബിൾ ടെലിവിഷൻ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞാനപ്പോ അവിടെ പഠിച്ച് അവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഫസ്റ്റ് റാങ്ക് കിട്ടി, മറ്റത് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അത്രയ്ക്കൊരു ഉള്ളത് കൊണ്ട് കൂടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പത്രത്തിൽ ജോലി തുടങ്ങി. ദേശാഭിമാനിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം സദ്വാർത്ത എന്ന് പറഞ്ഞ കൊച്ചിയിൽ നടക്കുന്ന പത്രത്തിലുണ്ടായിരുന്നു. ആ പത്രവും അധികം നാളും നീണ്ടില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു സെലക്ഷൻ കിട്ടി ഏഷ്യാനെറ്റിലേക്ക് വരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ വാർത്താവതരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് പോകുന്നില്ല. അവിടെ ഡെസ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അതാണ് ഞാൻ താങ്കളുടെ ആ ചോദ്യത്തിനുള്ള, അതായത് നമ്മൾ എന്താണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തൊട്ട് മുമ്പ് 2 പേരടങ്ങുന്നവരെയാണ് ഈ വാർത്താവതരണത്തിന് വേണ്ടി അവർ സെലക്ട് ചെയ്തിരുന്നത്. അതിൽ ഒരാള് എന്തോ വേറൊരു ജേണൽ വീക്കില്ല, അതിൽ കിട്ടി, അതിൽ ജോയിൻ ചെയ്ത് പോയി. ഒരു ഒഴിവ് വന്നു. അപ്പോൾ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, വാർത്താവതരണത്തിലേക്ക് നമ്മുടെ സംപ്രേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രയലൊക്കെ നടന്നുകൊണ്ടിരുന്ന പീരീഡിൽ ഒരാൾ പോയി. അപ്പൊ പിന്നെ അതിന് പകരമായിട്ട് ആരെയാണ് നിയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചർച്ച അവിടെ നടന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് അവര് തന്നെ വാർത്ത അവതരിപ്പിക്കുന്നതിനകത്ത് എന്റെ ചില വിയോജിപ്പുകൾ അല്ലെങ്കിൽ എന്റെ ചില ഒബ്സർവേഷൻസ്, ഞാൻ അവിടുത്തെ ന്യൂസ് എഡിറ്റർ ആയിരുന്നു അന്ന്, പിന്നെ നീലൻ സാറിനോട് പറയാറുണ്ടായിരുന്നു, അതങ്ങനെയല്ല, ആ ഉച്ചാരണം ശരിക്കും ഇങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ചിലയിടത്തൊക്കെ നമ്മളൊന്ന് പോസ് ചെയ്യണ്ടേ, അങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭം വന്നപ്പോ നീലൻ സാറ് പിന്നെ നമ്മുടെ മാനേജ്മെന്റിനോട് സജസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് പ്രമോദിന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കൂടെ എന്നുള്ള സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണത് ആരംഭിക്കുന്നത്. ആദ്യത്തെ എന്റെ ഒരു ട്രയൽ തന്നെ അന്ന് ഏഷ്യാനെറ്റിന്റെ പ്രസിഡന്റ് ശശികുമാർ ആയിരുന്നു. എന്റെ ആദ്യത്തെ ട്രയൽ റൺ തന്നെ ശശികുമാർ സാറിന് ഇഷ്ടാവുകയും അങ്ങനെയാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടി മനിലെ നമ്മുടെ ഫിലിപ്പീൻസിലുള്ള സുബിബെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനും രവീന്ദ്രൻ, NK രവീന്ദ്രൻ, ഞങ്ങൾ 2 പേരുമാണ് പോകുന്നത്. ബാക്കി പിന്നെ സാങ്കേതികമായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പും കൂടി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെ ശരിക്കും നിയന്ത്രിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ പിന്നെ ജിയോളജി പഠിച്ച് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോയി അതിന്റെ MPhilോ മറ്റെന്തെങ്കിലും ഒക്കെ എടുത്ത് ഇപ്പോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ONGCയിലോ ഒക്കെ ജോലി കിട്ടുന്നതാണ് അന്ന് കണ്ടിരുന്ന ഒരു കാര്യം. അത് കിട്ടിയ പലരും ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ പലരും ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ഭാഷ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. നീ എന്തിനാണ് ഈ പണി പോയതെന്ന് ചോദ്യം ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് എനിക്ക് അക്കാലത്ത് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയായിരുന്നു, ക്ലറിക്കൽ ജോബ് കിട്ടിയായിരുന്നു, PSC കിട്ടും, PSC എഴുതിയ സമയത്ത് അതും കിട്ടിയായിരുന്നു. അതിനും ഞാൻ പോയില്ല, മനഃപൂർവ്വം തന്നെ പോകാതിരുന്നത്. അത് ശരിയാവില്ല, ക്ലർക്കായി ജീവിക്കാൻ കഴിയില്ല എന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ തോന്നാൻ കഴിഞ്ഞത് ഞാനിപ്പോഴും ഒരു സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ഓർക്കുക. എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുകൂടി ചോദിക്കാണ്, ജേർണലിസ്റ്റിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ജേർണലിസത്തില് ഇപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നുള്ളതാണ്, അത് PG ഡിപ്ലോമ കോഴ്സാണ്. ഇപ്പൊ എല്ലാവരുടെ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പുതുതായിട്ട് അതിലേക്ക് വരുന്ന ആളുകൾ അത് പാസ്സായിരിക്കണം. ബേസിക് ആയിട്ട് അതിനകത്ത് റിപ്പോർട്ടിംഗ് നമുക്ക് ഉണ്ടാവും, സബ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, വിവിധ തരത്തിലുള്ള റിപ്പോർട്ടിംഗ്. ഞാൻ പഠിച്ച കാലത്ത് ഒരു സംഗതിയാണ്, വിവിധ തരത്തിൽ അഗ്രികൾച്ചർ റിപ്പോർട്ടിംഗ്, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, ലോ റിപ്പോർട്ടിംഗ്, അങ്ങനെ കോർട്ട് റിപ്പോർട്ടിംഗ്, അങ്ങനെ പല തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള പഠന ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഗുഡ് റൈറ്റിംഗ്, ഫണ്ടമെന്റൽസ് ഓഫ് ഗുഡ് റൈറ്റിംഗ്, നന്നായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ള സാധനം. ഞങ്ങൾക്ക് ലീലാവതി ടീച്ചറാണ് മലയാളത്തിൽ ക്ലാസ് എടുത്തത്. അതൊക്കെ ഒരിക്കലും മറക്കില്ല, അത് വലിയ സംഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാവും. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ പുതുതായിട്ട് ഇപ്പൊ ടെലിവിഷൻ ഉദ്ദേശിച്ച് ഇപ്പൊ മീഡിയ അക്കാഡമി തന്നെ അങ്ങനെയുണ്ട്, ടെലിവിഷനും ഉണ്ട്, പ്രിന്റും ഉണ്ട്. ടെലിവിഷൻ ഉദ്ദേശിച്ച് നടത്തുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടാതെ പലതും നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് എങ്ങനെയാണ് വിഷ്വൽ റിപ്പോർട്ടിംഗ്,
എങ്ങനെയാണ് പിന്നെ ആങ്കറിങ്, എന്താണ് P2C, എന്താണ് വോയിസ് ഓവർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല സാങ്കേതിക സംഗതികളും കൂടി, പിന്നെ PCR എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള സംഗതികൾ കൂടി പഠിക്കും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബാക്കിയുള്ള പ്രൊഫഷൻസിലേക്ക് ഒരു എത്തിക്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രൊഫഷനിലേക്ക് ഒരു എത്തിക്സ് ഉണ്ട്. ആ ഒരു ബോർഡിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വാർത്താവായനക്കാർ പലപ്പോഴും ആ ഒരു ബോർഡറിനെ ലംഘിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എത്തിക്സ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. ഇതിന്റെ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനൊരു എത്തിക്സ് ഉണ്ടോ? ഞങ്ങൾക്കൊരു പഠിക്കാനായിട്ട് തന്നെ ഒരു എത്തിക്സ് അങ്ങനെയുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പൊ ജേർണലിസ്റ്റിക് എത്തിക്സ് എന്ന് പറയുന്നതിൽ നിന്നല്ലാതെ നമുക്ക് ഇതൊന്നും തുടങ്ങാൻ പറ്റില്ല. ജേർണലിസം എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് എത്തിക്കൽ ആൻഡ് എന്താ പറയാ, ആ നിലയിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പ്രൊഫഷണൽ വാല്യൂസിനെ വാല്യൂ ചെയ്യുന്ന ഒരു വർക്ക് അല്ലാതെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് യു കൻ ഗോ ഫോർ ജേർണലിസം ഡൂയിങ് ലൈക്ക് സം ബിസിനസ് ഓർ അതൊന്നും അല്ല, അങ്ങനെ പറ്റില്ല. അത് അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. എന്തുകൊണ്ട് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യം എന്നോട്, ഞാൻ പറഞ്ഞില്ലേ ജിയോളജി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് എന്നെ അവിടെ ഞാൻ ജോയിൻ ചെയ്യാൻ ഉള്ള അടുത്ത ഇന്റർവ്യൂവിന് എൻ്റെ അടുത്ത് അന്ന് VP രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വലിയ ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ചോദിച്ചത്, ഈ കല്ലും മറ്റും പറക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തിനാ ഈ പണി, ഇതിന് വരുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിരുന്നു. സോ അത് ഉറപ്പാണ്, അങ്ങനെയുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾക്ക് അവിടെ പ്രവേശനം കിട്ടുള്ളൂ. അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ആ തോട്ടിന്റെ ഭാഗമാണ് ഈ എത്തിക്സ്. അത് പ്രൊഫഷണലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ പലതും ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്തിക്കലായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് നമുക്ക് ലീഗലി തന്നെ ബൗണ്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ലീഗലി ബൗണ്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹാസ് പിന്നെ ലിസ്റ്റഡ് സർട്ടൻ തിങ്സ്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഡൂസ് ആൻഡ് ഡോൺസ് പ്രത്യേകമായിട്ടുണ്ട്. അത് കൂടാതെ ജേർണലിസ്റ്റിക് എത്തിക്സ് എന്ന് പറഞ്ഞ് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അതിനൊരു ഇവല്യൂഷണറി പ്രോസസ് ഉണ്ട്. അതല്ലാതെ കേവലം പിന്നെ പറഞ്ഞു വെച്ചത് മാത്രമല്ല. ഇപ്പൊ സമയത്തെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളുടെ നെഗറ്റീവ് സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുട്ടികളുടെ ഫേസസ് കാണിക്കാനേ പാടില്ല. വാട്ട് എവർ നെഗറ്റീവ് സ്റ്റോറി കുട്ടികളുടെ ഫേസ് കാണിക്കില്ല. ചോര കാണാൻ പാടില്ല, സ്ക്രീനിനകത്ത് ചോര പാടില്ല. പിന്നെ ഇപ്പോ ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരോ മുഖമോ പാടില്ല എന്ന് മാത്രമല്ല, അവരുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കാൻ പാടില്ല. അവർ ഏത് സ്കൂളിൽ പഠിച്ചെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ പറയാൻ പാടില്ല. സോ ദാറ്റ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒന്നും തന്നെ പാടില്ല. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ ജേർണലിസം മുന്നോട്ട് പോകുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ മാത്രമേ ഡെഡ് ബോഡിയുടെ ഫേസ് കാണാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആവുന്ന സമയത്ത് ചിലരൊക്കെ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വന്നിരിക്കും. ബട്ട് അതർവൈസ് അതൊരു അലിഖിത നിയമമാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ടെലിവിഷനകത്തും പോകുന്നത്. ഇതിനൊക്കെ പുറമെയാണ് പൊളിറ്റിക്കൽ എത്തിക്സ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എത്തിക്കൽ പിന്നെ ഒരു സംഗതി എന്ന് നമുക്ക് പറയാവുന്നത്. അത് ഫോളോ ചെയ്യുന്നതിനകത്താണ് എനിക്ക് തോന്നുന്നത് ചോദ്യത്തിന്റെ മുന്നേ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അത് ഓരോരുത്തരുടെയും പിന്നെ എന്താ പറയാ നമ്മുടെ ഒരു വ്യക്തിപരമായ രാഷ്ട്രീയത്തിൽ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം സാറ് തന്നെയും മനോരമയിൽ വർക്ക് ചെയ്തു, പിന്നെ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തു, മീഡിയ വണ്ണിലും വർക്ക് ചെയ്തു. അപ്പം ഓരോ ചാനലും ആദ്യം ഏഷ്യാനെറ്റിലും വർക്ക് ചെയ്തു. നമ്മൾ ഓരോ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പം നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഓരോ ചാനലിലും വർക്ക് ചെയ്യുമ്പോൾ സാറിന് ഉണ്ടാകുന്ന ഫേസ് ചേഞ്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു എന്നാണ് എനിക്കറിയുന്നത്. ഓക്കെ, അതായത് അത് കുറച്ച് വിശദമായ ഒരു മറുപടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തു. ഞാൻ തുടക്കത്തിൽ ഏഷ്യാനെറ്റ്, പിന്നീട് ഇന്ത്യ വിഷനിലും, പിന്നീട് മനോരമയിലും, ഇപ്പോൾ മീഡിയ വണ്ണിലുമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഈ 4ഇടത്തും വർക്ക് ചെയ്തത് ഒരേ ഒരു പ്രമോദാണ്. അതിപ്പോ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നത് എന്റെ പേര് പ്രമോദ് എന്ന് മാത്രമായിരുന്നു, അല്ലെങ്കിൽ പ്രമോദ് എന്ന് മാത്രമായിരുന്നു. അത് ഇന്ത്യ വിഷനിലും അങ്ങനെയായിരുന്നു. മനോരമയിൽ എത്തിയപ്പോൾ അത് പ്രമോദ് രാമൻ എന്നായി. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഇപ്പൊ എനിക്കെതിരെ പലരും പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളുടെ കൂടി ഒരു വിശദീകരണം ഇതിനകത്ത് നടക്കുന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. പ്രമോദ് രാമൻ എന്ന് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് മനോരമയിൽ ഒരു ട്വിൻ നെയിം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. നമുക്ക് ഓരോ ചാനലിലും ഓരോ സ്റ്റൈലുണ്ടാവും. അത് പത്രത്തിലായാലും അല്ലാതെയും അങ്ങനെയാണ്. അപ്പോ എന്നോട് ആവശ്യപ്പെട്ടു, പ്രമോദിന് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ ചോയ്സിന് വിട്ടു. ഞാൻ ആദ്യം പറഞ്ഞ പ്രമോദ് രമണി എന്നാണ്. എന്ന് വെച്ചിട്ട് അമ്മയുടെ പേര് വരുന്നതായിരുന്നു എനിക്ക് കുറച്ച് താല്പര്യം. അപ്പൊ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ആരോ ഒരാളാണ് പറഞ്ഞത് അത് വേണോ, കാരണം അമ്മ ജീവിച്ചിരിക്കുന്നത്, അമ്മയുടെ പേര് വെച്ച് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല വിമർശനവും വരുന്ന സമയത്ത് അമ്മ കുറച്ച് വിഷമിക്കുന്നു. അച്ഛൻ മരിച്ചിട്ട് കുറെ വർഷങ്ങളായി.
അപ്പൊ അത് വേണമെന്ന് വെച്ചാൽ അത് ശരിയാണല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിമർശനം വരുന്ന സമയത്തെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് വേണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് തോന്നിയത്. എന്നാൽ പിന്നെ അച്ഛന്റെ പേരാവാം, അച്ഛൻ കുഞ്ഞിരാമൻ എന്നായിരുന്നു അച്ഛന്റെ പേര്, അതാണ് രാമൻ എന്ന് ചുരുക്കി അത് ചേർത്ത് അങ്ങനെയാണ് പ്രമോദ് രാമൻ എന്നുള്ള പേര്. അതുപോലെ ഷാനി എന്റെ കൂടെ ഷാനി പ്രഭാകരനും അതെ അങ്ങനെയാണ്. ഷാനി ടി പി എന്നായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നിഷാ പുരുഷോത്തമൻ അങ്ങനെ അങ്ങനെ പേരുകൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. അത് നമ്മുടെ ചോയ്സ് മാത്രമേ. എന്നാൽ അതേസമയം എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ജയമോഹൻ. ജയമോഹൻ എന്നായിരുന്നു. ജയമോഹൻ അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പേര് ജയമോഹൻ നായർ എന്നായിരുന്നു. ജയമോഹൻ അത് കട്ട് ചെയ്തിട്ട് ജയമോഹൻ മാത്രമാക്കിയാണ് ചെയ്തത്. ജയമോഹൻ പറഞ്ഞു എനിക്ക് അങ്ങനെ മതി, കാരണം ജാതി പേര് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചാക്കുകയാണ് ചെയ്തത്. സോ അതിനുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനോരമയിൽ ഈ നമ്മളുടെ ജാതി ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാകത്തിന് ആണ് ഈ പേരുകൾ കൂട്ടിച്ചേർത്തത് എന്നാണ് ചില ആളുകൾ, ചില രാഷ്ട്രീയ നിരീക്ഷകര്, ചില ആ സ്വയം എടുത്തണിഞ്ഞ ആ വേഷം കെട്ടിയിറങ്ങുന്ന ആളുകൾ പറഞ്ഞു പരത്തിയത്. എനിക്കത് ഉണ്ടാക്കിയ മാനസിക പ്രയാസം കുറച്ചൊന്നും അല്ലായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിലൊന്നും ഒരു സംഗതിയുമില്ല. ഇത് ഇത്ര മാത്രമേ അതിനകത്ത് സംഭവിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, എന്റെ രാഷ്ട്രീയ നിലപാടുകളോ സാമൂഹ്യ വിഷയങ്ങളിലുള്ള നിലപാടുകളോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഒന്നും തന്നെ മാറിയിട്ടില്ല. ഈ സമീപകാലത്ത് വന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ശ്രദ്ധയിൽ ഞാനത് കണ്ടിരുന്നു സാർ. നമ്മുടെ വോയിസുകൾ അതാ ഞാൻ പറഞ്ഞത്, പല ചാനലുകളിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ് ഫ്രം വൺ പേഴ്സൺ. അത് സംഭവിച്ചിട്ടില്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഞാൻ മനോരമയില് 9 മണിയുടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് അതിൽ ആദ്യം വരുന്നത്. അതിനകത്ത് ഒരു ഇസ്ലാമിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കകത്ത് ഈ പെൺകുട്ടികളോടുള്ള നിലപാടുകൾ, കാരണം സ്ത്രീകളോടുള്ള നിലപാടുകൾ ഇസ്ലാമിനകത്ത് അതിനെ കുറിച്ചായിരുന്നു പരാമർശിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ വളരെ കറക്റ്റാ. അതായത് ഈ ഇസ്ലാമിനകത്ത് പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു പ്രത്യേക നിലയ്ക്ക് ഒരു എന്താ പറയാ, നമ്മളൊരു രക്ഷാകർതൃത്വത്തോടെയാണ് സമീപിക്കുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവർ കാണുന്നത്, ഈക്വലായിട്ട് കാണുന്നില്ല. അത് സത്യമാണ്. അത് ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുരുഷന് തുല്യമായിട്ടല്ല കാണുന്നത്, പുരുഷനാൽ സംരക്ഷിക്കപ്പെടുക കൂടി ചെയ്യേണ്ട ഒരാളായിട്ടാണ് കാണുന്നത്. അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് ഇപ്പോഴും എന്റെ സുവ്യക്തമായ അഭിപ്രായമാണത്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം തുല്യതയുടെ മതമാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് പറഞ്ഞത് എന്താ കോണ്ടെക്സ്റ്റ്? കൊല്ലത്ത് ഒരു സ്ഥലത്ത് ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പള്ളിയിൽ ജനറൽ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ്. അത് ഈ ബാർബർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്താണ് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അതിനെ കുറിച്ചുള്ള ഒരു ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യരെ പലതായിട്ട് കാണുന്ന ഒരു സംഗതിയല്ല. തുല്യത എന്ന് പറയുന്ന നബി അത്രയധികം കണ്ടിട്ടുള്ളത്, മുഹമ്മദ് നബിയുടെ ഒരു പ്രധാനപ്പെട്ട, അതല്ലാതെ കണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം ശോഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു വേദിയായി എന്ന് വിചാരിക്കുക. അത് ഞാൻ അതുകൊണ്ട് എന്റെ നിലപാട് മാറ്റി പറഞ്ഞതല്ല. മറ്റെവിടെയും എനിക്ക് എന്റെ നിലപാട് രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. കറക്റ്റ്, 2 കോണ്ടെക്സ്റ്റ് ആണ് അതിനുള്ളത്. അതേസമയം തന്നെ മറ്റൊരു തരത്തിലും എനിക്ക് എന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ഈ നിലപാടുകൾ മാറുക എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായ കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴോ അതിന്റെ സാഹചര്യം മാറുമ്പോഴും മാറാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇപ്പൊ ഇതുവരെ എനിക്ക് അങ്ങനെ വേണ്ടി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്, മാധ്യമ പ്രവർത്തകർക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ടോ? അഥവാ നിങ്ങൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു ന്യൂസ് വോയിസ് ഓവർ അത് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനെ ഓർത്തിട്ടുള്ള അതിന്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നിങ്ങൾ അതിന് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഞാനിപ്പോ 28 വർഷമായി, 95-ലാണ് ആദ്യത്തെ ഈ വാർത്താ സംപ്രേഷണം ആരംഭിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ഇത്രയും വർഷങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകളേറെയും നെഗറ്റീവാണ്. അത് സത്യമാണല്ലോ. പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കമ്പാരിറ്റീവ്ലി അതിന്റെ ഒരു പ്രൊപ്പോർഷൻ കുറവാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഇരിക്കുന്നതും ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നെഗറ്റീവ് വാർത്തകളെ ഫോക്കസ്, അത് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അതോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് കൂടുതൽ നെഗറ്റീവ്സ് സംഭവിക്കുന്നത് കൊണ്ടാണ്? സംഭവിക്കുന്നുണ്ടാണ്. അതാണ് അത് നമ്മൾ മനസ്സിലാക്കുക. അതായത് വാർത്ത എന്ന് പറഞ്ഞ് ഞാൻ മറ്റേതുമായിട്ട് ഇത് കൂടി കലരാതെ നോക്കുകയാണ്. അതായത് വാർത്ത എന്ന് പറയുന്നത് അതിന്റെ സങ്കല്പനത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ
നിർവചനത്തിൽ തന്നെ ഒരു കാര്യം സാധാരണ നിലയ്ക്ക് സംഭവിക്കാത്ത കാര്യം എന്നുള്ളത് അറിയാം. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന വളരെ സംഭവിക്കുന്ന ഇപ്പൊ അതുകൊണ്ടാണല്ലോ വെൻ ഡോഗ് ബൈറ്റ്സ് മാൻ ഇറ്റ് ഇസ് നോട്ട് ന്യൂസ്, വെൻ മാൻ ബൈറ്റ്സ് എ ഡോഗ് ഇറ്റ് ഈസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോയത്. അത് പോട്ടെ, അത് ഇന്നിപ്പോ ആരും കണക്കിലെടുക്കുന്നില്ല. ഇപ്പൊ പട്ടി കടിച്ചാലും വാർത്ത തന്നെയാണ്. പക്ഷെ പ്രശ്നം എവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ആളുകളെ സ്പർശിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം, പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതല്ല, സ്പർശിക്കാൻ സാധ്യതയുള്ള ഒരു സാധനത്തിലാണ് വാർത്ത കിടക്കുന്നുള്ളതാണ്. അപ്പം ലോകത്തുള്ള പലതരത്തിലുള്ള ഇപ്പൊ ഫലസ്തീനിൽ നിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ആകെ വേദനിപ്പിക്കുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഒക്കെ തന്നെയാണ് വാർത്ത. ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയാണ് വാർത്ത, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സമൂഹ വിരുദ്ധം നടത്തുന്ന തെറ്റായ ഒരു പ്രചാരണമാണ് വാർത്ത. അങ്ങനെയുള്ള രീതിയിൽ അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് കൂടി എടുത്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ വാർത്ത എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് നെഗറ്റീവ് ന്യൂസും പരമാവധി കൊടുക്കുക എന്നുള്ള ഒരു നയം ആർക്കും തന്നെ ഇല്ല, ആർക്കുമില്ല. എന്നാണോ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നത് അതോടെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ വളരെ നല്ല തരത്തിലുള്ള വാർത്തകൾ വരുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവിക്കും എന്നല്ല, അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇതായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നതും പോകുന്നതും കാണുന്നതും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരമാവധി സമയം അതിനകത്ത് നിൽക്കുകയാണ്, ജോലി കഴിഞ്ഞ് പോയാലും ഒക്കെയാണ്. അതുകൊണ്ട് ജേർണലിസ്റ്റുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയാ, അവരുടെ ഒരു തലച്ചോറിൻ്റെ ഈ ചിന്തകളുടെ ഒരു പ്രജനനം സംഭവിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ചൊരു പ്രോബ്ലം ഒരുപക്ഷെ രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അത് ഒരു എന്താ പറയുക, മനഃശാസ്ത്രജ്ഞ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒക്കെ നിങ്ങൾ ആൾക്കാർ ആരെങ്കിലും വന്നിങ്ങനെ സംസാരിക്കോ പറയുകയോ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്? ജേർണലിസ്റ്റുകൾ ധാരാളം പേർക്ക് സംഭവിക്കുന്നുണ്ട്. ജേർണലിസ്റ്റുകളെന്നല്ല, കേരളത്തിൽ ഡിപ്രഷന് മരുന്ന് കഴിക്കാത്ത ആളുകൾ കുറവാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഞാനിപ്പം നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നോണ്ട് ചോദിക്കാം, നിങ്ങൾ സാറിനോട് വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ല ഉറങ്ങാൻ പറ്റുന്നില്ല? ഉണ്ട് ധാരാളം പേർക്ക് പ്രശ്നങ്ങളുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കുമെന്ന് സാർ തോന്നുന്നുണ്ടോ? അത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്, അല്ലാന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് സ്പീഡിനോട് പൊരുതുകയാണ്, നമ്മൾ മറ്റു പലതിനോടും നമ്മുടെ തന്നെ തെറ്റായി നമുക്ക് തന്നെ സംഭവിക്കാവുന്ന തെറ്റിനോട് പൊരുതുകയാണ്. നമുക്ക് തന്നെ പിഴവുകൾ സംഭവിക്കാമല്ലോ, പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ എഴുതിയ സാധനം വീണ്ടും എഴുതുന്നു, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ കൊടുത്ത ഒരു സാധനത്തിന് അയ്യോ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാതെ അങ്ങനെയല്ല വേണ്ടിയിരുന്നു. അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മീഡിയ വണ്ണിൽ ഇപ്പം അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു റിബൺ വിവാദം. അത് അസാധ്യ തമാശയായിരുന്നു. തമാശയാണോ? അതിനകത്ത് എന്തുകൊണ്ടാണെന്നത് അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ഞാൻ പക്ഷെ അത് ഇപ്പൊ നമുക്ക് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് അല്ലേ? അല്ല, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അടക്കം ഡൗട്ട് ഉണ്ട്. അത് കഴിച്ച താഴെയും റെഡ് മുകളിലും റെഡ്, പക്ഷെ മുകളിൽ മാത്രം എന്തുകൊണ്ട് ആ റെഡ് ഒരു ഓറഞ്ചായി നിങ്ങൾക്ക് തോന്നിയത്? ക്യാമറയുടെ ഒരു പ്രശ്നമാണോ? അല്ല, അതില് റെഡ് വന്നിട്ടുള്ള എല്ലാ പോർഷനിലും ഇത് ഓറഞ്ചിനോട് ആ നിലയിൽ തോന്നിക്കുന്ന അല്ലെങ്കിൽ ആവി എന്ന് തോന്നിക്കുന്ന തരത്തിൽ വന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഒന്ന്, അത് ആദ്യം സംപ്രേഷണം ചെയ്ത് ടെലിവിഷനിലാണ്, ആ ക്യാമറയിൽ എടുത്ത വിഷ്വല് ആദ്യം TV-യിലാണ് വന്നത്. അതിനുശേഷമാണ് യൂട്യൂബിൽ വരുന്നത്, അതിനോടൊപ്പമാണ് ഫേസ്ബുക്കിൽ വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോംസിൽ ഇത് വരുന്നുണ്ട്. TV-യിൽ പോയത് ഇതേ വിഷ്വലാണ്, അത് കഴിഞ്ഞ് യൂട്യൂബിൽ പോകുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അത് തന്നെയാണ് പോകുന്നത്. അതിനകത്തൊന്നും ഈ RSSന്റെ ഗണഗീതമായിട്ട് ഇതിന്റെ ബന്ധം സൂചിപ്പിക്കുന്നില്ല. മൂന്നാമതാണ് ഫേസ്ബുക്കിൽ വരുന്നത്. അപ്പം ഫേസ്ബുക്കിൽ വരുന്ന ഘട്ടത്തിലാണ് ഇത് ഗണഗീതം എന്ന തരത്തിലുള്ള തെറ്റായ ഒരു ക്യാപ്ഷൻ, അത് ഞങ്ങൾ പിന്നീട് തിരുത്തുകയും ഞങ്ങൾ അതിന്റെ പേരിൽ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട്. ആ മൂന്നാമത് വരുന്ന സംഗതിയിലാണ് ഈ വിവാദം ഉണ്ടായത്. അപ്പോൾ അതിന് തൊട്ടു മുമ്പൊക്കെ നടന്നതോ അതിലാരും ഇത് ചെയ്തോ? TV-യിൽ കൊടുക്കുന്ന സമയത്ത് ഇത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കാവ്യാക്കി മാറ്റി എഡിറ്റ് ചെയ്ത് പോയോ? ഇതൊക്കെ അവിടെ വന്ന് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതൊന്നും സാധിക്കില്ല. അത് മാത്രമല്ല ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഇതിന് ശേഷം 2 ക്ലോത്ത് വാങ്ങി, ഒരു സിൽക്കിന്റെയും ഒരു കോട്ടന്റെയും ക്ലോത്ത്, റെഡ് ക്ലോത്ത് വാങ്ങി. ഞങ്ങൾ 2 ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്തു. സംഗതി എന്റെ ഫോണിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് യൂസ് ചെയ്ത ക്യാമറയുടെ പ്രോബ്ലം തന്നെയായിരുന്നു അത്. ഞങ്ങൾക്ക് തെളിയിക്കാൻ വെച്ചാൽ ഇന്റേണലി ഞങ്ങൾ കണ്ടെത്തി. അപ്പൊ അത് കണ്ടെത്തുകയും അത് ആ ക്യാമറയുടെ പ്രോബ്ലം, പിന്നെ ആ ക്യാമറ യൂസ് ചെയ്യാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുകയും ചെയ്തു. അല്ലാതെ അതിനകത്ത് കളർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അത്രയും സമയത്തിനുള്ള ഒരാൾ
എന്താ പറയാ, മാനുഷികമായും അത് അസാധ്യമാണ്. അതാണ് എന്നിട്ട് ഈ പ്രചാരണത്തിന് പേര്. പക്ഷെ നമ്മൾ ഈ തെറ്റ് തിരുത്തി അത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അത് വിശ്വസിക്കണ്ടേ മനുഷ്യര്? ശരിയാണ്, അത് സംഭവിച്ചത്. അതിനകത്ത് സംഭവിക്കാം. ഇപ്പൊ അന്ന് ഗണഗീതം എന്ന വാക്ക് അവിടെ വന്നില്ല എങ്കിൽ RSSന്റെ ഗണഗീതം പോലെയാണ് ഡിവൈഎഫ്ഐയുടെ ആ സോങ് എന്നുള്ള പരാമർശം വന്നില്ലായിരുന്നെങ്കിൽ ഒരാളും ആ കളർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഒരാളും. അപ്പൊ ബേസിക് ആയിട്ട് തെറ്റ് പറ്റിയ, ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ ക്യാപ്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അത് ഗുരുതരമായ തെറ്റാണ്. ആ ഗുരുതരമായ തെറ്റിന് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. അത് തിരുത്തുകയും അതിന് നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിശദമായി തന്നെ എഡിറ്റോറിയലിന്റെ കീഴിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി മീറ്റിംഗ് നടത്തി അതിന്മേലുള്ള കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പൊ അത് സംഭവിച്ചാൽ നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് നമുക്കാണ് ഏറ്റവും അധികം അതിന്റെ പ്രശ്നം ഉണ്ടാവുക. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ഇത് വെച്ച് നോക്കിയിട്ടാണ് പറയുക. എന്താണ് വാസ്തവം നടന്നത് എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാറുണ്ട്. ഉറപ്പായിട്ടും പറ്റും. അത് തത്സമയമല്ലേ സംഭവിക്കുന്നത്. പല മിക്കവാറും ഒക്കെ തത്സമയം സംഭവിക്കുന്നുണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതിൽ തെറ്റുവരാം, പിന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും വാക്കുകളുടെ ഉച്ചാരണമൊക്കെ ഓക്കെ നമുക്ക് മനസ്സിലാകും. അല്ലാതെ ചില കണ്ടന്റുകൾ വന്നിട്ട് അത് തീർത്തും തെറ്റായിരുന്നു എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് അമേരിക്കൻ ഭരണഘടന നിങ്ങൾക്ക് പിന്നെ എന്താ ഫ്രീഡം ഓഫ് പ്രസ് പിന്നെ അഡീഷണലായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാധാരണ ഫ്രീഡം ഓഫ് പിന്നെ നമ്മുടെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ സാധാരണ നിലയിൽ ഏതൊരു പൗരനുമുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എല്ലാവർക്കും ഉള്ള, ജേർണലിസ്റ്റുകൾക്കും അറിയുള്ളൂ. പക്ഷെ അതല്ല അമേരിക്കൻ ഭരണഘടനയിൽ ഒന്നാമത്തെ ഭരണഘടന ഭേദഗതിയായിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഫ്രീഡം ഓഫ് ദി പ്രസ് എന്ന് പറയുന്ന സംഗതിയാണ്. ഈ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ട് പോലും അവിടെ തെറ്റുകൾ വരാറുണ്ട്. ഈ തെറ്റുകളെ എങ്ങനെയാണ് പിന്നീട് അമേരിക്കൻ ഭരണഘടനാ കോടതി കണ്ടത്? കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ അവകാശം നിഷേധിക്കാൻ കഴിയില്ല. ഫാക്ച്വൽ എറേഴ്സ് പോലും യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഫാക്ച്വൽ എറേഴ്സ് വരുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ നിരോധിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇത് വളരെ പ്രധാനമാണ്, നമ്മുടെ കാര്യത്തിലും പ്രധാനമാണ്. കാരണം വെച്ചാൽ നമുക്ക് തെറ്റുകൾ പറ്റാം, ബോധപൂർവമായിട്ടും അല്ലാതെയും തെറ്റുകൾ വരാം. ഈ ബോധപൂർവമായി ഉണ്ടാകുന്ന തെറ്റുകളെ കണ്ടെത്തി അതിന് ചികിത്സ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. യാതൊരു സംശയവും കാര്യത്തിലില്ല. അതിന് ചികിത്സ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതിനെ കണ്ടെത്തി അത് ആ തെറ്റ് വരുത്തിയ ആളെ കൊണ്ട് അതിനെ മാറ്റി പറയേണ്ടത് ഉത്തരവാദിത്തം തന്നെ. ഇതേ സമയം തന്നെയാണ് അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ ഇതും സംഭവിക്കാം. അപ്പൊ ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ് മാധ്യമം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ കേൾവിക്കാരായിട്ടിരിക്കുന്ന അതോ കാണുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതിൽ കുട്ടികളുണ്ടാവാം, കാണുന്നവരുടെ കൂട്ടത്തിൽ പലതരം വ്യൂ പോയിന്റുകൾ ഉണ്ടാകുന്നുണ്ടാവും. അവർക്കുണ്ടാകുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവർക്ക് അതിന് ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊരു ജനറൽ കാറ്റഗറിക്കുള്ളിലാണ് ഇതിനെ മുഴുവൻ പെടുത്തിയിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഓരോരുത്തരും അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾ ഉണ്ടാകാം, അവരുടെ തന്നെ മുൻവിധികൾ അവരെ നയിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ പലപ്പോഴും എന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകൻ എന്നതിൽ ഉപരി മീഡിയ വൺ പ്രവർത്തകൻ എന്ന് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ മീഡിയ വൺ ഹാസ് ഇറ്റ്സ് ഓൺ എൻറ്റിറ്റി ഓഫ് കാര്യത്തിൽ ചില വാല്യൂസ് ഉണ്ട്. നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഒരു ജനറൽ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഏത് വ്യൂവറിലാണ് എത്തുന്നത്, അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്നതിലും ഈ പറഞ്ഞ ഒരു ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് തന്നെയില്ല. അവർ ഉള്ളത് അവരുടെ എന്താ പറയുക എന്ത് എത്തിക്കണം തോന്നുന്ന രീതി, അല്ലെങ്കിൽ എന്തിലായിരിക്കും ആളുകളുടെ കണ്ണുപതിയുക, എന്ത് വിഷയത്തിലായിരിക്കും ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അത് തന്നെ ചലച്ചുകൊണ്ടിരിക്കുക എന്ന് അലക്കിക്കൊണ്ടിരിക്കുക. സാർ, അതൊന്ന് ജനങ്ങളോട് പറയാൻ പറ്റുമോ? കാരണം പല ചാനലുകളും
എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വാർത്തകൾ വായിക്കുമ്പോൾ ഇതാണ് വാർത്തയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പത്രങ്ങൾ വായിക്കുമല്ലോ, ഇതാണ് വാർത്ത. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇതൊന്നും അല്ല വാർത്ത, ഇത് വാർത്തയ്ക്കിടയിൽ കുറച്ച് വേറെ വാർത്തകളുണ്ട് എന്നുള്ളത്. അത് സാറിനത് പറയാൻ പറ്റുമോ? കാരണം പല ചാനലുകൾക്കും പല അജണ്ടകൾ അല്ലെങ്കിൽ പല സംഭവങ്ങളുണ്ടെന്നും ഇതിൽ നിന്നും ശരി ഏത് തെറ്റേതെന്നും നമ്മൾക്കും കൂടി വിലയിരുത്തണം എന്നുള്ളൊരു അല്ല. നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെല്ലാം ഒരു മാനദണ്ഡം വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബാർക്ക് റേറ്റിംഗിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ടെലിവിഷൻ ചാനലുകളെ കുറിച്ച് അവരെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തും അവരെ ജനങ്ങളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് അങ്ങനെ ആയി പോവാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ മാർക്കറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഷെയർ കൂട്ടണം, എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതൊരു കച്ചവടം എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഞാൻ പറയുന്നത് ന്യൂസ് ചാനലുകളെ അതിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് ചാനലുകളെ അവരുടെ ഉള്ളടക്കം നോക്കി നിശ്ചയിച്ച് നല്ല ഉള്ളടക്കമുള്ള ചാനലുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്ന നയം മാർക്കറ്റിംഗ് രംഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ക്ലയൻസ് ഉണ്ടല്ലോ, അവരങ്ങനെ ഒരു സമീപനം കൈക്കൊള്ളുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ആ ചാനൽ കാണാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നല്ല നിലക്കുള്ള ഒരു സംഗതിയാണ് നമ്മൾ കാണേണ്ടത്. ഇതല്ല സംഭവിക്കുക. നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം ആ ചാനലിൽ എന്താ പറയുക ആളുകൾ കാണുന്നു. നമുക്കറിയാം ചില ചാനലുകൾ വിഷം കലർന്ന വാർത്തകളാണ് അവരുടെ പ്രൈം ടൈം ഡിബേറ്റിലും മറ്റും ഡിസ്കസ് ചെയ്യുന്ന, അവരുടെ ആർഗ്യുമെന്റ്സ് അങ്ങനെയാണ്. അത് കുട്ടികൾ കാണുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ ആ ചാനലുകളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ചില ശക്തികൾ, ചില ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ, നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രചാരണത്തിന് വേണ്ടി ഉള്ള ചാനലുകൾ പോലും കേരളത്തിൽ മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ തന്നെയുള്ള കണക്കുകൂട്ടിയുള്ള വിഷലിപ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പമാണ് ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നത് തുടർച്ചയായിട്ട്. ഇപ്പൊ ശബരിമല കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, ആ ശബരിമല വിവാദം ഉണ്ടായതിനു ശേഷം ഒരു വിഭാഗം ആളുകൾ അതാണ് ശരിയെന്ന് കണ്ടിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വിഷലിപ്തമായ പ്രചാരണത്തിന്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ്. മതവിഭാഗത്തിന് വേണ്ടി മതവിഭാഗത്തിന്റെ പ്രതിനിധികൾ എന്ന മട്ടിൽ ഈ ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന ഒരു സംഗതിയുടെ കൂടെ അങ്ങ് നിൽക്കുകയാണ് ചില പ്രേക്ഷകർ. സത്യത്തിൽ അവർക്ക് മനസ്സിലാകേണ്ടതാണ് അതല്ല ശരി, അതല്ല, അതിൽ കൂടുതലും പ്രചാരണങ്ങളാണ് വരുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി യഥാർത്ഥ വാർത്തകളിലേക്ക് എത്താൻ കഴിയണം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിത്രമാകും. അതോടെ അതിന്റെ റേറ്റിംഗ് കുറയും. നമ്മൾ കുറെ കൂടി സ്വതന്ത്രമായ വാർത്തകൾ നൽകുന്ന ആളുകളിലേക്ക് എത്താൻ കഴിയും. അപ്പൊ ആ ഒരു ശ്രമം ഉണ്ടാവുകയും അതിന് മാർക്കറ്റിൽ നിന്ന് ഒരു പിന്തുണ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുമ്പം എല്ലാ ജാതി മതവിഭാഗങ്ങളും ഉള്ളതാണ്. അപ്പൊ അവരെല്ലാവരും കൂടി ചേർത്തൊരു പോസിറ്റീവ് വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മള് ഇപ്പോ പ്രവാസം എന്ന് പറയുന്നു, പ്രവാസി സമൂഹത്തിനിടയിൽ നമ്മൾ കാണുന്ന ഒരു സഹവർത്തിത്വം ഉണ്ടല്ലോ, എല്ലാ വിഭാഗങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വം. അതിൽ പരം മറ്റൊരു മാതൃക നമുക്ക് വേറെ ഇല്ല ഞാൻ പറയാ. അപ്പൊ ആ മാതൃക പിന്തുടർന്ന് കേരളത്തിലും ഇത് ആളുകൾ ആ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതാണ്. പക്ഷെ അത് നമുക്കുള്ളതുമായിരുന്നു. അത് ഉള്ളതിനെ തകർക്കാനാണ് ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തകർക്കാനുള്ള ശ്രമത്തെ തിരിച്ചറിയാൻ കഴിയാതെ അതിന്റെ കൂടെ കുറെ ആളുകൾ നിന്നു പോകുന്നതും കൂടെ പ്രേക്ഷകരിലൊരു വിഭാഗം, നല്ലൊരു വിഭാഗം ആളുകൾ അതിന്റെ കൂടെ നിന്നു പോകുന്ന. ഞാൻ പറയുന്നത് വേറൊരു ഓൺലൈൻ വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു സംഗതി വേറെ ഉണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ മുഖ്യമായ ചാനലുകളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനോ അതിനെ ചെറുത്തു തോൽപ്പിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്ത ചാനലുകളുണ്ട് നമുക്ക്. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. എന്താണ് നമ്മുടെ സ്ഥിതി, എന്താണ് രാജ്യാന്തര തലത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്താണ് മണിപ്പൂരിൽ നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുക. അത്തരം സംഗതികളിലേക്ക് കൂടി പോകണ്ടേ? അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുന്ന ആളുകളെ പരസ്പരം വെറുപ്പിലേക്ക് നയിക്കുന്ന ഒരു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതിനെ കർശനമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇനി സാറിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയുമോന്ന് അറിയില്ല. നമ്മുടെ കോളേജിൽ സാറിൻ്റെ ഒരു ബുക്ക് കുട്ടികൾ പഠിക്കുന്നുണ്ട്, തന്തത്താഴ് അല്ലേ?
തന്തത്താഴിനെ കുറിച്ച് തീർച്ചയായും ഞാൻ ആ ബുക്ക് വായിച്ചിരുന്നു. വളരെ മനോഹരമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക്കുത്തേറ്റ പിഞ്ചു കുഞ്ഞിൻ്റെ ആ ഒരു കൺപോളകൾ വിടർന്നുകൊണ്ട് അവൾ അച്ഛനെ നോക്കുന്നു എന്ന് പറയുന്ന ഒരു, ശരിക്കും അത് സൈക്കോളജിയിൽ നമ്മൾ കൗൺസിലിങ്ങിൽ ആൾക്കാരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. വരുമ്പോൾ പല കുട്ടികളും പീഡനങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരൻ, ഇങ്ങനെയുള്ള നമ്മുടെ വീടിനകത്ത് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാർ അത് വളരെ കൃത്യമായിട്ട് ഒരു അച്ഛൻ ഒരു കുട്ടിയെ, പുറത്താണ് കുട്ടിക്ക് പേടി 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 എന്ന് പറഞ്ഞിട്ട് ഉള്ളിലുള്ള അച്ഛനാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത്. ആ ഒരു അവസ്ഥ തീർച്ചയായും ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു പുസ്തകം പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ തന്തത്താഴ് ഞാൻ എഴുതിയ ഒരു കഥയാണ്. പിന്നെ ആ കഥ ഒരുപാട് വായിക്കപ്പെടുകയും പലതരത്തിലും വിശകലനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ സർവകലാശാലയിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും അത് ഞാൻ അതിനകത്ത് കണ്ട ഈ രക്ഷാകർതൃത്വത്തിന്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം കോളേജിൽ ഇപ്പൊ അത് കൊടുത്തത്. ആ ഒരു ഏജിലുള്ള കുട്ടികൾ തീർച്ചയായും അത് മനസ്സിലാക്കിയിരിക്കണം. അതിനായിരിക്കുമല്ലോ ഒരു ഫോക്കസ്. അതെന്ന് വെച്ചാൽ അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരാളെ ഏറ്റെടുക്കുകയല്ല ശരിക്കും വേണ്ട. അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുന്ന ഒരാളാണ് ഈ പുറം സമൂഹത്തെക്കാൾ കൂടുതൽ അപകടകരമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ലോക്ക് താഴെ എന്ന് പറയുന്ന ഒരു സാധനം അത് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ അവരെ പുറം ലോകത്തേക്ക് നയിക്കുകയോ സുരക്ഷിതമാക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ പൂട്ടിയിട്ട അതിനകത്ത് അവരെ അരക്ഷിതരാക്കുന്ന ഒരു സമീപനമാണ് ഈ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന പിതാവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തോട് സംഗതി. അപ്പൊ അതിനകത്തൊരു പാട്രിയാർക്കൽ സിസ്റ്റത്തെയാണ് ഞാൻ വിമർശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. സാർ വൈഫിന് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? ഇത് ഈ ചോദ്യം തന്നെ തെറ്റാണെന്നാണ്. വൈഫിന് വേണ്ടത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായും അവർക്ക് എത്രയാണ് വേണ്ട സ്വാതന്ത്ര്യം എന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്. അല്ല, അതുപോലും ഞാൻ മറുപടി പറയേണ്ട ചോദ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ ജീവിതം നയിക്കുന്ന ആളാണ്. അത് ചിലപ്പോ എനിക്ക് അവരെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും എന്ന് വേണമെങ്കിൽ പറയാം. അവരെ അത്രയധികം പിന്നെ ഒരു സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാനും അവരോട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് പിന്നെ ഏറ്റവും പുതിയ ലോക ജീവിത കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈക്വലി ഷെയർ ചെയ്യുന്ന ഒരു ജീവിതമാണ് ജീവിതം. സാർ ഒരു സൂപ്പർ പവർ കിട്ടുവാണ്, ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുന്നത്. ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ സാർ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? സാർ അത് എന്തായിരിക്കും സാറിന്റെ ഒരു ആഗ്രഹം? ഒരു സൂപ്പർ പവർ യു ഗോട്ട് ടുഡേ. അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടില്ല എന്നുള്ള 100% അത് ഉറപ്പാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ. എൻ്റെ മനസ്സിലതാണ്. അത് നഷ്ടപ്പെട്ടുകൂടാ. ഇന്ത്യയായി തുടരണം. അത് ഇല്ലാതാവുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അതാണ് 2024 പോകുമ്പോൾ ഇന്ത്യ ഒരു നല്ലൊരു പൂങ്കാവനമാണ്. പലതരത്തിലുള്ള വ്യത്യസ്തമായ പൂക്കൾ. അക്കാര്യം പറയുന്നതിനകത്ത് എനിക്കൊരു മടിയില്ല കേട്ടോ. അതായത് എൻ്റെ പൊളിറ്റിക്കൽ നിലപാട് അത് തന്നെയാണ്. ജാതിപത ഭേദം തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും താങ്കളുടെ ഇല്ലാത്ത സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും താങ്ക് യു വെരി മച്ച്.